ഹലോ ഗൈസ്, നമുക്കിന്നൊരു കോളിഫ്ലവർ റൈസ് ആയാലോ? സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഐറ്റം കേട്ടോ. കോളിഫ്ലവറിനെ ഫ്രൈ ചെയ്ത് ചോറിലോട്ട് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ. അത്ര അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ നോക്കി, അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവറും 4 സവാള, 2 ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇവരെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഉപ്പിട്ട് ചോറിനെയും വേവിച്ച് മാറ്റി വെക്കാം. ഈ ചോറൊന്ന് തുറന്ന് കിട്ടുന്ന സമയത്തിന് നമുക്ക് കോളിഫ്ലവറിനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ആ വേവിച്ചെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അധികം വെന്ത് പോകാണ്ട് നോക്കണം കേട്ടോ, എങ്കിൽ കോളിഫ്ലവർ അങ്ങ് ഉടഞ്ഞു പോകും. ആ പരുവത്തിന് എടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, ഒരല്പം ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇവരെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇവരെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലോട്ട് വെള്ളം ചേർത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബാറ്ററിൽ കോളിഫ്ലവറിനെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ വേവിച്ച് വെച്ച കോളിഫ്ലവറിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഇതിനോരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതാണ് ഇതിന് അല്പം ടൈം വേണ്ട പരിപാടി. ഇത് ഫ്രൈ ചെയ്യണം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നോക്കിയേ, ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പരിപാടി റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് അല്പം ക്രിസ്പി ആവുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അധികം ക്രിസ്പി ആയി പോവുകയും വേണ്ട. ആ പരുവത്തിന് എടുത്ത ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവാളയെല്ലാം ഇട്ട് ഇതിലോട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ആ എണ്ണയിൽ തന്നെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് അതിന് ഇച്ചിരി കൂടെ കൂടും. അതിലോട്ടൊരല്പം ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അധികം പൊടിയൊന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ആ സമയത്ത് നമുക്ക് കോളിഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കോളിഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സായി കിട്ടണം. ഈ മസാലയെല്ലാം ഈ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പകുതി സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മളെ മസാല റെഡിയായി. ഈ റെഡിയായ മസാലയിലോട്ട് നമ്മൾ തോർത്തി വെച്ചേക്കുന്ന ചോറ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടി കഴിഞ്ഞു. ഈ ചോറിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഈ മസാല എല്ലാം ഈ ചോറിലോട്ട് പിടിച്ച് കിട്ടണം. അത് കഴിഞ്ഞ് സ്മെല്ലിനും രുചിക്കും എല്ലാം വേണ്ടിയിട്ട് ഒരല്പം മല്ലിയിലയും അല്പം സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതോടുകൂടി നമ്മളെ സൂപ്പർ റൈസ് റെഡിയായി. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു സൂപ്പർ ടേസ്റ്റും മണവും എല്ലാം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ആയിട്ടാട്ടോ.